ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അവിശ്വസനീയവും എന്നാൽ ദുഃഖകരവുമായ കഥ പറയാൻ പോകുകയാണ്. മലയാളത്തിൽ നിന്നുള്ള ഒരു കുടുംബം മന്ത്രവാദത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും പേരു പറഞ്ഞ് എങ്ങനെ വലിയൊരു പൊല്ലാപ്പിൽ അകപ്പെട്ടു എന്നതാണ് ഈ കഥ. ഈ സംഭവം നമ്മെ ഒന്ന് ചിന്തിപ്പിക്കും, കാരണം ഇന്നും നമ്മുടെ ചുറ്റുപാടിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ഒരു സാധാരണ മലയാളി കുടുംബമാണ്. ഭർത്താവും ഭാര്യയും ഒരു ഗ്രാമത്തിൽ സമാധാനമായി ജീവിക്കുകയായിരുന്നു. പക്ഷേ ഒരു ദിവസം അവരുടെ വീട്ടിൽ ഒരു പാമ്പിനെ കണ്ടു. ഭയന്നുപോയ അവർ ആ പാമ്പിനെ തല്ലിക്കൊന്നു. പക്ഷേ അതിനുശേഷവും വീട്ടിൽ പാമ്പുകളെ വീണ്ടും കണ്ടു. ഇത് അവർക്ക് വലിയ ആശങ്കയുണ്ടാക്കി. എന്താണ് ഇതിന്റെ പിന്നിൽ? വീട്ടിൽ എന്തോ അസ്വാഭാവികമായ കാര്യം നടക്കുന്നുണ്ടോ? ഈ സമയത്താണ് ഒരു ബന്ധു ഈ കുടുംബത്തിന് ഒരു മന്ത്രവാദിയെ പരിചയപ്പെടുത്തുന്നത്. ആ മന്ത്രവാദി വന്ന് വീട്ടിൽ പരിശോധന നടത്തി. അവൻ പറഞ്ഞത് കേട്ട് ഈ ദമ്പതികൾ ഞെട്ടിപ്പോയി. നിന്റെ വീട്ടിൽ ഒരു വലിയ നിധി ഒളിഞ്ഞിരിപ്പുണ്ട്. ആ നിധിക്ക് കാവൽ നിൽക്കാനാണ് ഈ പാമ്പുകൾ ഇവിടെ വരുന്നത് എന്നാണ് മന്ത്രവാദി പറഞ്ഞത്. ആരായാലും ഇങ്ങനെയൊരു കാര്യം കേട്ടാൽ ആവേശം തോന്നില്ലേ? നിധി, അതും സ്വന്തം വീട്ടിൽ. മന്ത്രവാദി തുടർന്നു, നിന്റെ വീട്ടിൽ പാമ്പുകളെ കണ്ട മുറിയിൽ കുഴിയെടുക്കണം. അവിടെയാണ് നിധി ഒളിഞ്ഞിരിക്കുന്നത്. ഈ ദമ്പതികൾ മന്ത്രവാദിയുടെ വാക്കുകൾ അന്ധമായി വിശ്വസിച്ചു. അവർ ആ മുറിയിൽ കുഴിയെടുക്കാൻ തുടങ്ങി. ഒരു ചെറിയ കുഴിയല്ല, 20 അടി ആഴത്തിൽ കുഴി. ഇതിനിടയിൽ അവർക്ക് സമീപവാസികൾക്ക് സംശയം തോന്നാതിരിക്കാൻ ഒരു പ്ലാനിട്ടു. കുഴിയിൽ നിന്നെടുത്ത മണ്ണ് അവർ മറ്റൊരു മുറിയിലേക്ക് മാറ്റി. ഇങ്ങനെ ആരും അറിയാതെ അവർ കുഴിയെടുപ്പ് തുടർന്നു. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു നിധിയുടെ ലക്ഷണവും കണ്ടില്ല. കുഴി കൂടുതൽ ആഴത്തിലേക്ക് പോയി, പക്ഷേ ഒന്നും കിട്ടിയില്ല. ഇതിനിടയിൽ കുഴിയെടുക്കുന്ന ശബ്ദം ഗ്രാമവാസികൾ കേട്ടു. അവർക്ക് എന്തോ പന്തികേട് തോന്നി. സാധാരണ ഒരു വീട്ടിൽ ഇങ്ങനെ ശബ്ദമുണ്ടാകില്ലല്ലോ. അവർ പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് വീട്ടിലെത്തി അവിടെ കണ്ട കാഴ്ച അവരെയും ഞെട്ടിച്ചു. ഒരു മുറിയിൽ വലിയൊരു കുഴി, 20 അടി ആഴത്തിൽ. പോലീസ് ഈ കുടുംബത്തോട് എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴാണ് മന്ത്രവാദിയുടെ കഥയും നിധിയുടെ കാര്യവും എല്ലാം പുറത്തുവന്നത്. പോലീസിന് ഇത് കേട്ടപ്പോൾ ദേഷ്യവും സഹതാപവും ഒരുപോലെ തോന്നി. ആരും പരാതി നൽകാത്തതിനാൽ പോലീസ് കേസെടുത്തില്ല. പക്ഷേ അവർ ഈ കുടുംബത്തിന് ഒരു താക്കീത് നൽകി. ഇനി ഇത്തരം മന്ത്രവാദികളുടെ വാക്ക് വിശ്വസിച്ച് ഇങ്ങനെ കുഴികളെടുക്കരുത്. ഇത് നിന്റെ സമയവും പണവും ഊർജവും നഷ്ടപ്പെടുത്തുന്നതാണ്. ഈ കഥയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഒരു പക്ഷേ നമ്മുടെ ഭയവും അറിവില്ലായ്മയും ചിലപ്പോൾ നമ്മെ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. മന്ത്രവാദിയുടെ വാക്കു വിശ്വസിച്ച് ഈ കുടുംബം അവരുടെ സമയവും പണവും എന്തിന് മനസ്സമാധാനവും നഷ്ടപ്പെടുത്തി. നമ്മുടെ ചുറ്റുപാടിൽ ഇപ്പോഴും ഇത്തരം അന്ധവിശ്വാസങ്ങളുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കുന്നതിനു മുൻപ് നമ്മളൊന്ന് ചിന്തിക്കണം. യുക്തിചിന്തയോടെ കാര്യങ്ങൾ സമീപിക്കണം. ഒരു പാമ്പിനെ വീട്ടിൽ കണ്ടാൽ അത് നിധിയുടെ കാവലാണെന്ന് കരുതുന്നതിനു പകരം ഒരു വന്യജീവി വിദഗ്ധനെ വിളിക്കുന്നതല്ലേ ബുദ്ധി? ഈ കുടുംബത്തിന്റെ കഥ ഒരു തമാശയായി തോന്നാം, പക്ഷേ ഇതിന്റെ പിന്നിൽ ഒരു വലിയ പാഠമുണ്ട്. നമ്മുടെ വിശ്വാസങ്ങൾ നമ്മെ എവിടേക്കാണ് നയിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. അന്ധവിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് ആരും നമ്മെ കുഴിയിൽ ചാടിക്കരുത്, അല്ലേ? നിന്റെ അഭിപ്രായം എന്താണ്? ഇത്തരം അന്ധവിശ്വാസങ്ങൾക്കെതിരെ നമുക്ക് എന്തു ചെയ്യാൻ കഴിയും? കമന്റിൽ പറയൂ. ഇനിയും ഇത്തരം രസകരവും ചിന്തിപ്പിക്കുന്നതുമായ കഥകൾ കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ഐക്കൺ അമർത്തൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.